നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആകാശഗംഗയിലെ സ്ഥിതിഗതികൾ മാറി മറിയുന്നു. നിഴൽ രൂപിയായ കേതു ഭഗവാൻ തന്റെ സ്വനക്ഷത്രമായിട്ടുള്ള മകൻ നക്ഷത്രത്തിലേക്ക് പ്രൗഢിയോടുകൂടി എഴുന്നള്ളുന്നു. ഈ മാർച്ച് മാസം 29 കേതു മകൻ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാർച്ച് 29 മുതൽ ഏതാനും രാശിക്കാരുടെ സ്ഥിതിഗതികൾ മാറി മറിയുകയാണ്. അതായത് ചിലരുടെയെങ്കിലും ജീവിതത്തിൽ കരുതിയിരുന്ന നക്ഷത്രമാറ്റം സംഭവിക്കുകയാണ് എന്നർത്ഥം. ദാരിദ്ര്യവും ദുഃഖങ്ങളും ഇല്ലായ്മയും വല്ലായ്മയും അനാരോഗ്യവും എല്ലാം മാറി മറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാറി അകന്നുകൊണ്ട് രാജകീയമായിട്ടുള്ള ജീവിതം കൈവരാൻ പോകുന്ന ഏതാനും രാശികളെയാണ് നാം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിനു മുന്നോടിയായി കേതു ഭഗവാനെ ഒന്ന് വന്ദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. പലാശ പുഷ്പസങ്കാശം താരകാഗ്രഹ മസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങൾ നക്ഷത്രം മാറുമ്പോൾ അത് പ്രപഞ്ചമാകെ വലിയ ചലനങ്ങൾ തന്നെ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. കേതു സ്വന്തം നക്ഷത്രമായിട്ടുള്ള മകൻ നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ അത് മകം പിറന്ന മങ്കയെ പോലെ ഐശ്വര്യദായകമാണ് എന്ന് തന്നെ പറയണം. കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കാതെ ഉഴലുന്ന മകൻ നക്ഷത്രം ഉൾപ്പെടെയുള്ള നക്ഷത്രക്കാർക്ക് ആശ്വാസത്തിന്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. കർമ്മഫലങ്ങൾ കനിവായി മാറും. കാലം കാത്തുവെച്ചൊരു പുണ്യദിനങ്ങൾ. കേതുവിൻ മാറ്റം ജീവിത വീതിയിൽ ഏകും അസുലഭ ഭാഗ്യ ദിനങ്ങൾ. കേതുവിന്റെ ഇത്തരത്തിലുള്ള അനുഗ്രഹം മകൻ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലങ്ങൾ ലഭിക്കുമെങ്കിലും 3 രാശിക്കാർക്ക് അതിന്റെ പൂർണ്ണ പ്രയോജനം തന്നെ ലഭിക്കുന്നതാണ്. അത് ഏതൊക്കെ രാശിക്കാരാണ് എന്ന് നമുക്ക് ക്രമത്തിൽ പരിശോധിക്കാം. ആദ്യമായി പറയേണ്ടത് മേടം രാശിക്കാരെ തന്നെയാണ്. ഏരീസ് അഥവാ മേടം രാശി ചൊവ്വയുടെ രാശിയാണ്. കുജവത് കേതു എന്നാണ് ചൊവ്വയും കുജനും. കുജന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് കേതു. അതുകൊണ്ട് തന്നെ മേടം രാശിക്കാരിലും കേതുവിന്റെ ഈ സ്വനക്ഷത്രത്തിലേക്കുള്ള ഗതി ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മേടം രാശിക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുഴ പോലെ ഒഴുകിയെത്തുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം, തൊഴിൽ വിജയം, വർദ്ധിച്ച ആത്മവിശ്വാസം ഇവയൊക്കെ മേടം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. മേടം രാശിതൻ മരതക ശോഭയിൽ വാടാതെ നിൽക്കും ഭാഗ്യലതകൾ. മുടങ്ങിക്കിടന്നൊരു കർമ്മങ്ങളെല്ലാം പൂർണ്ണതയേകി നിന്നിടും. ഇനി രണ്ടാമത്തെ രാശി ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അത് മറ്റു രാശിയല്ല, കേതുവിന്റെ നക്ഷത്രം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറ് തന്നെയാണ്. മകൻ നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള കേതു ചിങ്ങം രാശിയിൽ മകൻ നക്ഷത്രത്തിലേക്ക് എഴുന്നള്ളി എത്തുകയാണ്. രാശിനാഥനായിട്ടുള്ള സൂര്യനുമായി ചേർന്ന് മകൻ നക്ഷത്രത്തിൽ വിരാജിക്കുമ്പോൾ അവിടെ രാജയോഗം തന്നെ തെളിയുകയാണ്. ഇനി നമുക്ക് മകൻ നക്ഷത്രക്കാർക്കും പൊതുവെ ചിങ്ങക്കൂറുകാർക്കും ലഭിക്കുന്ന നേട്ടങ്ങളെ കൂടി ഒന്ന് പരിശോധിക്കാം. സ്ഥാനക്കയറ്റം, സാമ്പത്തിക സുരക്ഷിതത്വം, പ്രവൃത്തിപഥത്തിലെ കരിയറിലെ വമ്പിച്ച കുതിച്ചുചാട്ടം എന്നിവയൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ചിങ്ങം വാഴും സിംഹാസനത്തിൽ മകൻ നക്ഷത്രം ദീപം തെളിക്കും. സ്വപ്നങ്ങൾക്കാകെ ചിറകുകൾ നൽകി കേതു ഭഗവാൻ തുണയായി നൽകും. ചിങ്ങക്കൂറുകാർക്ക് ഉത്സവമേളം. ഇത് കാലത്തിൻ കാവ്യനീതി. ഇനി നമുക്ക് മൂന്നാമത്തെ രാശിക്കാരെ കൂടി ഒന്ന് പരിചയപ്പെടാം. അത് ധനുരാശിയാണ്. ധനുരാശിക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് കേതു ഭഗവാന്റെ എഴുന്നള്ളത്ത്. അതായത് മൂന്നാമത്തെ ഭാഗ്യം കടാക്ഷിക്കുന്ന രാശി ധനുരാശിയാണ് എന്നർത്ഥം. ബിസിനസ്സിലും കുടുംബജീവിതത്തിലും ഒരുപോലെ തന്നെ സന്തോഷം നിറയുന്ന കാലമാണ് ധനുരാശിക്കാർക്ക് വരാൻ പോകുന്നത്. ബിസിനസ് ലാഭം, ദാമ്പത്യ സുഖം, ആത്മീയമായ ഉണർവ് എന്നിവയൊക്കെയാണ് ധനുരാശിക്കാരെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾ. ധനുസിൻ വില്ലിൽ അമ്പു തൊടുക്കും. വമ്പാർന്നൊരു ലക്ഷ്യം നേടുന്ന കാലം. കുടുംബമാകെ പുഞ്ചിരി തൂകും വേള തന്നെ. ഐശ്വര്യങ്ങൾ ഒട്ടാകെ വീടണയുന്ന കാലമായി. വിശ്വാസവും പ്രാർത്ഥനയും കൈമുതലാക്കിയാൽ ഈ ഗ്രഹമാറ്റം അവരുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിപ്ലവ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ഈ കാലയളവിൽ കേതുവിനെ പ്രീതിപ്പെടുത്താൻ ഗണപതി ഭഗവാനെ ഉപാസിക്കുക. ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം
പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയെ. നിത്യം ഗണപതി ഭഗവാന്റെ ഈ മന്ത്രത്തെ ജപിക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന മൂലമന്ത്രത്തെയും നിത്യം ജപിക്കുക. കേതുവിന്റെ മകൻ നക്ഷത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് രാജകീയമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം, ശുഭദിനം.